യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. വചനവാക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വാക്യം വായിക്കുന്നതിന് മുമ്പ് തന്നെ, നിങ്ങളുടെ അകത്ത് ബലം പകരേണ്ടതിന്, അല്ലെങ്കിൽ എൻ്റെ അപ്പുറം ഇരിക്കുന്ന എൻ്റെ ഇപ്പുറം ഇരിക്കുന്ന വ്യക്തിയിലേക്ക് ബലം പകരേണ്ടത് ഒരു വാക്യത്തെ നിങ്ങൾ പരസ്പരം പറഞ്ഞ് കൈകൊടുക്കുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിന്റെ മേൽ ഭരിക്കുകയില്ല. പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന വ്യക്തി കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിന്റെ മേൽ ഭരിക്കുകയില്ല. ആരുടെ ഒരാൾ പറഞ്ഞു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിന്റെ മേൽ ഭരിക്കുകയില്ല. പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടന്റെ കയ്യിലെ ആയുധങ്ങളുടെ ബലം നോക്കി ദുഷ്ടൻ ഉയർത്തുന്ന വസ്തുതകൾ കണ്ട് പേടിച്ചു ഭയന്നിരിക്കുന്ന വ്യക്തിയെ, ഇന്ന് നിങ്ങൾക്കുള്ളതാണ് ഈ സന്ദേശം. ഭയക്കുവാനല്ല, ധൈര്യത്തോടെ ശത്രുവിന്റെ മേൽ ജയമെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഇന്നും കിടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിക്കാം. കൊലോസ്യൻസ് 2:6-7 വായിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിങ്ങൾ നടപ്പി, അവനിൽ വേരൂന്നി ആത്മീയ വർധനവ് പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പി. ചില പാടുള്ള കാര്യമാണ്. വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് പ്രതികൂലമായ വിഷയങ്ങളാണ്. പിശാച് ഉയർത്തി കാണിക്കുന്നതെല്ലാം നടക്കത്തില്ല എന്ന് പറയുന്ന മണ്ഡലങ്ങളെ, അല്ലെങ്കിൽ നിനക്ക് വിരോധമോ ഉയർന്നു നിൽക്കുന്ന മണ്ഡലങ്ങളെ, നിനക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല, നീ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്ന മേഖലയെ ഒരിക്കൽ കൂടെ അവൻ കാണിച്ചു തരികയാണ്. സ്തോത്രം. പക്ഷെ വിശ്വാസത്തിൽ വേരൂന്നി നടന്നാൽ, യേശു കർത്താവിനെ നോക്കി മുന്നോട്ട് ചലിച്ചാൽ, പിന്നെ നീ കാണുന്ന പ്രശ്നതയായിരിക്കുകയില്ല. പിന്നെ നീ കാണുന്നത് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരെ ആയിരിക്കില്ല നീ കാണുന്നത്. കാരണം കാണേണ്ടവനെ കണ്ടു, അതനുസരിച്ച് നീ ചുവട് വെക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിന്റെ 6-7 ഇപ്പോൾ വായിച്ചത്. 9-ഉം 10-ഉം കൂടെ ഒന്ന് വായിക്കാം. അധ്യായത്തിന്റെ 9-ഉം 10-ഉം കൂടെ ഒന്ന് വായിക്കാം. യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരത്രേ. പിശാച് ഇടപെടുന്ന, നിന്നോട് വാദിക്കുന്ന ഒരു മേഖലയാണ്. അല്ലടാ, ഒരിക്കലുമല്ല. പെർഫെക്ഷൻ നിനക്കുണ്ടാകുകയില്ല. നീ ഹോളിയല്ല, വിശുദ്ധയല്ല, വിശുദ്ധനല്ല. പെർഫെക്ഷൻ ഉണ്ടാകുകയില്ല. പിശാചേ, നീ അത്ര അപവാദം ഉയർത്തിക്കൊണ്ടുവന്നാലും നിനക്ക് എന്റെ മേൽ ജയിക്കാൻ കഴിയില്ല. കാരണം നീതിമാനായ, വിശ്വസ്തനായ, അല്ല സകലത്തിന്റെ ഉടമസ്ഥനായ കർത്താവിനെ നോക്കിയാ ഞാൻ മുന്നോട്ട് ചുവടുവെച്ചത്. ഞാൻ അവന്റെ നീതിയിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. എവിടെ നിൽക്കുന്നത്? ഞാൻ എന്റെ നീതിയിലല്ല നിൽക്കുന്നത്, എന്റെ യേശു അപ്പയുടെ നീതിയിലാണ് നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ആത്മീയമായ വർധനവ്, യേശുക്രിസ്തുവിൽ വേരൂന്നി ചലിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. എന്താ കാര്യം? പിശാച് എപ്പോഴും കാണിച്ചു തരുന്നത് ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത മേഖലകൾ, അല്ലെങ്കിൽ സ്തോത്രം ഒരാഴ്ചയെ 2 ആഴ്ചയെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലെന്ന്, എന്തുകൊണ്ട് മറുപടിയില്ലെന്ന് നിന്റെ മുമ്പിൽ ചോദിച്ചിന് അവൻ ഇട്ട് തരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടെ അവനോട് പറയണം, മറുപടി ഇന്ന് പകൽക്കാലം ഉണ്ടാകുമെന്ന്. കേട്ടോ, മറുപടി ഇന്ന് പകൽക്കാലം ഉണ്ടാകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചലിക്കുന്നത് ലോകത്തിന്റെ സമ്പ്രദായങ്ങൾക്കനുസരിച്ചല്ല.
ഞാൻ ചലിക്കുന്നത് ദൈവത്തിന്റെ സർവസമ്പൂർണതയും വസിക്കുന്ന, ദേഹരൂപത്തിൽ വസിക്കുന്ന സർവശക്തനായ യേശു കർത്താവിനെ അത്രേ ഞാൻ നോക്കി പാർക്കുന്നത്. അവിടേക്കത്രേ എന്റെ ശ്രദ്ധ തിരിയുന്നത്. അതുകൊണ്ട് ദുഷ്ടപിശാച് നീ കൊണ്ടിരുന്ന വിഷയങ്ങളോട് ഞാൻ ശ്രദ്ധിക്കുകയില്ല. നിനക്ക് എന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. ഒരാമയും പറഞ്ഞോട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 12-ന്റെ 17 മുതൽ 20 വരെയുള്ള വാക്കുകൾ വേഗം വായിച്ചാൽ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. കേട്ടോ? ഹല്ലേലൂയ. എന്നോട് ഇന്ന കളി കളിച്ചത് എനിക്ക് തിരിച്ചതുപോലെ പണി കൊടുക്കണം. വചനം എന്ത് പറയുന്നു? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, കഴിയുമെങ്കിൽ സമാധാനത്തോടെ ആയിരിക്കും. അത് ഇച്ചിരി പാടുള്ള കാര്യമല്ലേ? പിന്നെയും പിന്നെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. ഒരു അവസരത്തിന് വേണ്ടി കിട്ടുന്ന സാഹചര്യം അവിടെ ഇവിടെ എല്ലാം ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തിയാൽ എനിക്കെതിരെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ സംഘടിതമായി നിന്നെ നിർത്തിയത് ആരാന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ടാണ് അവൻ കളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആ അങ്കിളും ആന്റിയും ആ അച്ചാച്ചനും അല്ലെ ഈ ഓഫീസറും ആ ഓഫീസറും കൂടെ പ്രവർത്തിക്കുന്ന ഇന്നാരുമേ അവരല്ല നിന്നെ നിർത്തിയിരിക്കുന്നത്. നിന്നെ നിർത്തിയവൻ ഒറ്റ വാക്കുകൊണ്ട് സർവത്തെ ഉണ്ടാക്കിയവനത്രേ. ഹല്ലേലൂയ. നിന്നോട് പോരാടുന്ന ലോകത്തിന്റെ തലങ്ങളിൽ നിൽക്കുന്നവൻ. അവൻ ആ ലോകപരമായ വിഷയങ്ങളിലൂടെയാണ് കാര്യങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ ദുഷ്ട പൈശാചിക വ്യാപാരം നിലനിൽക്കുന്ന അധോലോകത്തിന്റെ ബലം അവന്റെ മേലുണ്ടായിരിക്കും. പക്ഷെ നിനക്ക് ലഭിക്കുന്ന സ്വർഗീയ നന്മയെക്കുറിച്ചൊരു ബോധ്യം അവനുണ്ടാകുകയില്ല. ഹല്ലേലൂയ. അപ്പൊ തിന്മയ്ക്ക് പോലെ തിന്മ ചെയ്യാതെ നല്ലത് ചെയ്യും. വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ കേട്ടോ. പിന്നെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാലല്ലേ നീ നിശബ്ദനായി മാറി ഒതുങ്ങി മാറുമ്പോൾ പിന്നെയും കയറി പണിതുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അതിനും പറയുന്നു, നീ അതിന് എനിക്ക് പറ്റത്തില്ലെന്ന് പറയാനല്ല, പറ്റും. നീ നിശബ്ദനായിരുന്നാൽ ശബ്ദിക്കുന്ന ഒരുവനുണ്ട്. ദൈവത്തിന് ഇടം കൊടുപ്പീൻ. കേട്ടോ? ദൈവത്തിന് ഇടം കൊടുപ്പീൻ. എന്തിന്? എന്നോട് നേരിടുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയുവാൻ എന്റെ ദൈവം എഴുന്നേൽക്കുവന്നേ. വായിച്ചാട്ടെ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ടെ. വായിച്ചു. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നുവാൻ കൊടുപ്പി, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുപ്പി. ചില പറയത്തില്ലേ, എന്റെ മാസ്റ്ററെ എനിക്കിട്ട് വേല വെച്ച് എന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് നിന്നവന് ഇന്ന പ്രശ്നങ്ങളുണ്ടായി, ഇന്ന വിഷയങ്ങളുണ്ടായി. ഞാൻ നല്ലതാ ചെയ്തത്. എന്നോട് തിന്മ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തു? എന്നോട് തിന്മ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? നല്ലത് ചെയ്തു. വിശന്നിരിക്കുന്നവന് കൊടുത്തു, ദാഹിച്ചിരിക്കുന്നവന് നൽകി. പക്ഷേ പിന്നെയും എന്തുണ്ടാകുന്നു? അങ്ങനെ നീ ചെയ്താൽ, വായിച്ചാട്ടെ. അങ്ങനെ നീ ചെയ്താൽ നീ അവന്റെ തലയിൽ തീക്കനൽ കുമിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മനസ്സിലാക്കിയത് മാത്രം കർത്താവിനെ സ്തുതിച്ചാട്ട്. നീ മിണ്ടാതിരുന്നിട്ടും നീ അനുഗ്രഹിച്ചു. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവമേ മറുപടി കൊടുക്കണേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും നിന്നെ പുറേനെ വിടാതെ നിന്റെ മേൽ ചില പദ്ധതികൾ കൊണ്ട് കുരുക്കാൻ വേണ്ടി നടന്ന വചനം പറയുന്നു, അവന്റെ തലയിൽ തീക്കനൽ കുമിക്കും. മനസ്സിലാക്കിയവർ മാത്രം ഒന്ന് അപേക്ഷിച്ചാണ്. യേശു കർത്താവിന്റെ കൃപ പ്രസംഗിക്കുന്ന വിനുപാസം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് ഉദീപം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പുതിയ നിയമം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നീ ആരാന്നുള്ള ബോധ്യം നിന്റെ അകത്ത് ഉണ്ടാകേണ്ടത് ഇത് കൺവേ ചെയ്യുന്നത്. പേടിച്ചു ഭയന്നിരിക്കുന്ന ഒരു ഒറ്റ വ്യക്തി ഇതിനകത്ത് ഉണ്ടാകരുത്. നിന്റെ ശത്രു എത്ര വലിയവനാണെങ്കിലും, അവൻ എത്രയ്ക്ക് അധോലോകവുമായി ബന്ധമുണ്ടെങ്കിൽ, ദുഷ്ടാത്മ ശക്തികളുമായി ബന്ധമുണ്ടെങ്കിൽ, ആഭിചാരം ചെയ്യുവാൻ അവന്റെ പിന്നിൽ ഒത്തിരി വ്യക്തികൾ നിരന്നു നിൽപ്പുണ്ടെങ്കിലും നിന്നെ അത് ബാധിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ എഴുന്നേൽക്കുന്ന ശക്തി നിന്റെ മുന്നിൽ മുട്ടും മടക്കുക തന്നെ ചെയ്യും. മനസ്സിലാക്കുക മാത്രം ഒന്ന് കർത്താവിനെ സ്തോത്രം. ഹല്ലേലൂയ. എത്രാമത്തെ വാക്യം വരെ വായിച്ചു? 20 വരെ വായിച്ചു. അടുത്തൊരു വാക്യം വായിക്കണ്ട, ജസ്റ്റ് ശ്രദ്ധയോടെ ആയിരുന്ന മതി. പഴയ നിയമത്തിലൊരു ഭാഗമാണ് യെശയ്യാവ് 54:17 വാക്യം. കഴിഞ്ഞ ദിവസം ഫോട്ടോജി മീറ്റിംഗ് നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചതാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. മീറ്റിംഗിന്റെ പ്രാരംഭമായി പരസ്പരം കൈകൊടുത്ത് പറഞ്ഞൊരു വാക്യമാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ആമേൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരുടെ അവകാശവും എന്റെ മക്കളിൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് ദൈവം അരുൾ ചെയ്യുന്നു. മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടോ? അവന്റെ ആയുധബലം, അവന്റെ സംഘടനാശക്തി, ഹല്ലേലൂയ, അധികാരങ്ങൾ, അധികാരികളുമായിട്ടുള്ള ബന്ധങ്ങൾ, എത്രയൊക്കെ എന്തൊക്കെ ബന്ധമുണ്ടായാലും നിന്നെ അത് ബാധിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇന്നാരെ കൂട്ടത്തോടെ എന്റെ വീട്ടിലുള്ളവരുൾപ്പെടെ ഒന്നും ബാധിക്കത്തില്ല. ഒന്നെഞ്ചത്തോടെ ചോദിച്ചു പറയണ്ടേ, എന്റെ പേര് ഒന്നും ബാധിക്കത്തില്ല, എന്നെ എന്റെ കുടുംബത്തെ തൊടാൻ ദുഷ്ടന് കഴിയത്തില്ലെന്ന് പറഞ്ഞാണ്. ഒന്ന് നെഞ്ചത്തെ ചോദിച്ചു പറയണ്ടേ, എന്നെ എന്റെ കുടുംബത്തെ തൊടാൻ ദുഷ്ട പിശാച നിനക്ക് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഒരു അധികാരം നൽകിയിരിക്കുക. അതായത് ലൂക്കോസ് 10:19 പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകും. ഈ അധികാരം അകത്തിരിക്കുന്നവൻ ആരെങ്കിലും പ്രശ്നം കണ്ട് പേടിക്കുമോ? ഈ അധികാരം അകത്തിരിക്കുന്നവൻ ദുഷ്ടൻ ഉയർത്തിക്കൊണ്ടുവരുന്ന അവന്റെ സംഘടിത ബലം കണ്ട് നീ ഭയപ്പെടുവോ? അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് മതിയട, വലിയൊരു സൈന്യത്തെ അവൻ നിനക്ക് വേണ്ടി ഇറക്കിത്തരും. മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവൃത്തികൾ, ചിന്തയ്ക്ക് നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവൃത്തികൾ നിന്റെ കൺമുമ്പിൽ നടക്കും. ഒരാമീൻ പറഞ്ഞാട്ടെ. സ്ഥിതി മാറാൻ എത്ര നേരം വേണം? ഹല്ലേലൂയ. ഒരുക്കി കൊടുത്ത് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാണ്. സ്തോത്രം. എബ്രായർ 13-ാം വാക്യം നമുക്ക് നൽകി. എബ്രായർ 13:6 വായിച്ചാണ്. എബ്രായർ 13 ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. കേട്ടോ? ഒന്ന് പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യം ചെയ്യത്തില്ല. കേട്ടോ? അണ്ട് അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നേ. നിന്നെ വേരോട് അറുത്ത് കളയുന്നവരുടെ എന്ന് പറയുന്നവനെ, വാദിക്കുന്നവന്റെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. അതിന്റെ കണ്ണാടി കാണും. യേശുവേ ആരാധന. മനുഷ്യന് നിന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ധൈര്യത്തോടെ പറയാം. ആ വാക്യം പൂർണ്ണമായി. സ്തോത്രം. ഫിലിപ്പിയൻസ് 4:13 നമുക്കൊന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. എടുക്കാതെ തന്നെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും കാണപ്പാട് അറിയുന്ന ഒരു വാക്യമാണ്. ഫിലിപ്പിയൻസ് 4:13 വായിച്ചാൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ഒന്ന് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഹല്ലേലൂയ. നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അയ്യോ എന്നെ കൊണ്ടൊന്നും നടക്കുന്നില്ല. എല്ലായിടത്തും പ്രശ്നങ്ങൾ, എവിടെ തിരിഞ്ഞാലും ഉദ്ദേശിക്കുന്ന തലത്തിൽ അവിടെ ഞാൻ വളരെ സ്നേഹമായും വളരെ ആത്മാർത്ഥമായി ഇടപെടുന്നവരോട് പോലും അവരോട് പോലും പിശാച് കവർന്നെടുത്തിരിക്കുക എനിക്ക് വിരോധം. നീ എന്തിനാ പേടിക്കുന്നത്? നീ ആരെയാ ആശ്രയിക്കുന്നത്? ലോക മനുഷ്യനെയാണോ നീ ആശ്രയിക്കുന്നത്? ലോകത്തിലെ സംവിധാനങ്ങളെയാണോ നീ ആശ്രയിക്കുന്നത്?
ഞാൻ ആശ്രയിക്കുന്ന ഉയരത്തിലെ ശക്തിയാണ്. ആ ഉയരത്തിലെ ശക്തിയെ ആശ്രയിക്കുന്നവർക്ക് തന്റെ ഇടത്തോട് പറയാൻ കഴിയും, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം. പറഞ്ഞേ, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായ. ഒന്നും പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായ. ഒന്നും പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. സകലമല്ല, സകലത്തിൽ. കേട്ടോ കേട്ടോ, നീ തിരയും നിന്റെ ശത്രുക്കളെ കണ്ടു കിട്ടത്തില്ല. കേട്ടോ, കണ്ടു കിട്ടത്തില്ല. നീ സമയവും കാലവും കുറിച്ചോ. ഹല്ലേലൂയ. ദുഷ്ട വ്യാപാര ശക്തികൾക്ക് ഒരു മറുപടി കൊടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അന്യായ ശക്തികൾക്ക് നിന്നോട് പോരാടുന്നതിനോട് ഒരു മറുപടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കടൽ കുമിക്കുന്ന നാളുകൾ കടന്നു വരുന്നു. യേശുവേ, അപ്പാ, അങ്ങയുടെ സന്നദ്ധയിൽ ഈ ജനത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഭയപ്പെട്ട് ഭയങ്കര ആദിയോട് ഉത്കണ്ഠയോട്, ഹല്ലേലൂയ, എങ്ങനെ എന്റെ ഭാരം മറ്റുള്ളവർ പറയുമെന്ന് ഓർത്തൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം അവർക്കൊരു മറുപടി ഉണ്ടാകട്ടെ. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മുമ്പാകെ ഒരു മറുപടി വന്നതിനെ ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. സ്വർഗം പ്രാർത്ഥന സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാണ്, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ.